ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേന്യൂ. അപ്പോൾ ഇന്നും അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ അതിനകത്ത് ഒരു പാറ്റേൺ ഇതുപോലെ വെയർ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പാറ്റേൺ ആണ് ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ളതായിട്ട് നല്ല എന്താ പറയുക, നല്ലൊരു നീറ്റായിട്ടുള്ള ലുക്കാണ്. ഇതുപോലെ ഫുള്ളി എംബ്രോയിഡറി ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഓൾ ഓവർ ലൈൻസും പോയിട്ടുണ്ട്. അതും ഒരു ത്രെഡ് കൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ. സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഇതുപോലെ ക്രോഷോ ലേസ് ഡബിൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് ബ്ലാക്ക് ആണ്. യോക്കിന്റെ ഡിസൈൻ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇത് ദുപ്പട്ട വന്നിട്ട് ശരിക്കും ഒരു ലിനന്റെ ഒരു ഫീൽ തരുന്നത്, അതേപോലെ തന്നെ ഒരു സെമി പ്യുവർ ലിനൻ അല്ലെങ്കിൽ കൂടെ അത്രയും ഒരു ഫീൽ തരുന്ന അങ്ങനത്തെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഓൾ ഓവർ ഇതൊരു വീവിങ് ആണ് കണ്ടോ, പ്രിന്റ് അല്ല ആക്ച്വലി. ഈ ഒരു ബോർഡറിൽ വന്നേക്കുന്നത് ഒരു വീവിങ് ആണ് കണ്ടോ. ആ ഡിസൈൻസും അങ്ങനെ തന്നെയാണ്, അതിനകത്തൊരു വീവിങ് വന്നേക്കുന്നതാണ്, പ്രിന്റ് അല്ല. അപ്പം ബോഡിയിലും വന്നേക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ കാണിച്ചത് ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതിൽ യോക്കില് കുറച്ച് വർക്ക് കുറഞ്ഞതാണ്, കുറച്ചും കൂടെ നല്ല ഹെവി ആയിട്ട് വർക്കുള്ള അൺസ്റ്റിച്ചഡ് ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഫോമാണ് ഞാൻ. ഇതുപോലെ അൺസ്റ്റിച്ചഡ് ആയിട്ട് കുറച്ച് നല്ല തിക്ക് വർക്ക്, നല്ല ഭംഗിയായിട്ടോ. ഇതും വിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പൊ ഇതിന്റെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. സെയിം തന്നെ ലൈൻസും എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ആ ലൈൻ വന്നേക്കുന്നത് പ്രിന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് പ്രിന്റ് ആണ്, ഇതിൽ വീവിങ് ആണ്. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടാവും. ഇതാ സെയിം, കുറച്ചും കൂടെ ഒരു വർക്ക് കൂടുതലാണെന്നേ ഉള്ളൂ. സെയിം തന്നെ. ഞാൻ ഇതിന്റെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തപ്പം ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ ബോട്ടം വരുന്ന നിങ്ങൾക്ക് വേണമെങ്കിലും ഇതേപോലെ ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് എൻഡിൽ ചെയ്യാം. റെഡിയാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. അൺസ്റ്റിച്ചഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിന്റെ ദുപ്പട്ടയും ഇതേപോലെ ഏകദേശം ആ പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. നല്ല രസം കേട്ടോ. എൻഡിലോട്ട് ഇതുപോലെ ഒരു കേരള സാരിയുടെ ഒക്കെ വീവിങ് വരില്ലേ, സിൽവർ കളർ, അതേപോലെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചേ ഉള്ളൂ. നമുക്ക് ഒത്തിരി പീസസ് ഒന്നും ഇങ്ങനത്തെ ഡിസൈൻ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. അപ്പൊ ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. സ്റ്റിച്ചഡ് വേണം എന്നുള്ളവർക്ക് അതും പറഞ്ഞാൽ മതി. ഇതുപോലെ ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ എൻഡിലോ ഈ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള വർക്കാണ്. അതിന്റെ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ സിമ്പിൾ ആണെങ്കിലും അതിനകത്ത് കൊടുക്കുന്ന വർക്കിലാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ബോട്ടം നമ്മൾ ആംഗിൾ ലെങ്ത് ഇതുപോലെ ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ടൈപ്പ് പെൻസിൽ ബോട്ടം ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്ന കേട്ടോ, റെഡിമെയ്ഡ് അല്ല. ബോട്ടംസും നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ജോർജറ്റിൽ വന്നേക്കുന്നത്. ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. ഈ ദുപ്പട്ട കേട്ടോ, കാരണം പ്യുവർ ആണ്. 4 സൈഡും ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ദുപ്പട്ട ഈ ഒരു പാറ്റേൺ കണ്ടോ, കണ്ടോ. എൻഡിലോട്ട് ഇതിന്റെയും ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ. അപ്പം ഇതൊരു ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റ് ആണ്. ഇത് നമുക്ക് എക്സൽ വരെയുള്ള സൈസ് ഉണ്ടാവുള്ളൂ റെഡിയാക്കി വെക്കണേൽ കേട്ടോ. ഇതിന്റെ അൺസ്റ്റിച്ചഡ് ഇല്ല നമ്മുടെ അടുത്ത്. പിന്നെ അടുത്തത് വന്നേക്കുന്ന ഇതുപോലെ നല്ലൊരു സൂപ്പർ ബ്ലൂ ആണ് കേട്ടോ. ഇതും ജയ്പൂർ കോട്ടൺ പ്യുവർ ഇതാണ്, നല്ല മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ കണ്ടോ യോക്കിലോട്ടും ഇതും ഹാൻഡ് വർക്ക് ആണ് ഉള്ള വന്നിരിക്കുന്നത്. ആ ഒരു കണ്ടോ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ്. ഇതിന്റെ നല്ല സ്പെഷ്യൽ ഇതിന്റെ ബോട്ടം ഒക്കെ നല്ല രസമാണ്. ഇതാ കണ്ടോ, ഇതിന്റെ എൻഡിലോട്ട് ചെറിയ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ ബോട്ടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ലൈൻസ് വരുന്ന ബോട്ടം. ഇതേപോലെ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഡിസൈൻ ചെയ്തേക്കുന്ന, അല്ലാതെ ഒന്നും റെഡിമെയ്ഡ് അല്ല. ഇതുപോലെ ബോട്ടം ഉണ്ട്. ഇതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇതുപോലെയാണ് കണ്ടോ. ദുപ്പട്ട വന്നിട്ട് ഇത് ആ ഒരു ഫാബ്രിക് തന്നെ, ഇതൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്. ഒത്തിരി ഞാൻ പറഞ്ഞില്ല, ഇതും റെഡിയാക്കിയേക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ എക്സൽ വരെയുള്ള സൈസേ ഉണ്ടാവുള്ളൂ, പ്ലസ് സൈസ് ഇല്ല. നല്ല ഭംഗിയുള്ള ഷോളല്ലേ നോക്കി. എൻഡിലോട്ട് ഇതേപോലെ ബോർഡർ ഒക്കെ ആയിട്ട് ഇതാണ് ഇതിലെ ബോർഡർ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് റെഡിയാക്കിക്കുന്ന പീസ്. ഇത് ലൈനിങ് ആയിട്ട് സ്ക്വയർ നെക്ക് വെച്ച് ഇതേപോലെ വിത്തൗട്ട് ലൈൻ ദുപ്പട്ട വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ബോട്ടം വന്നിട്ട് ഇതേപോലെ ആംഗിൾ ലെങ്ത് ഒരു പെൻസിൽ ബോട്ടം ആണ്. നെക്ക് ഫുള്ളി ഹാൻഡ് വർക്ക് ആയിട്ട് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റ് ആണ് കേട്ടോ. വേറെ ഏതെങ്കിലും ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഇതിന്റെ എക്സസൈസ് വരെയുള്ള ഉണ്ടാവുള്ളൂ. റെഡി പീസ് ആണ്, അൺസ്റ്റിച്ചഡ് ആയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്.